ചെയ്യാൻ പറ്റുമോ അറിയില്ല. പിന്നെ ഇന്ന് 13 സിനിമകൾ, ബിക്കോസ് ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റും കൂടിയിട്ടുണ്ട്, നമ്മുടെ ഡേയ്സ് കൂടിയിട്ടുണ്ട്. അന്നെല്ലാം ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റിനെ മാക്സിമം ഒരു 20 days ആണ് മാക്സിമം. 30 ദിവസമെല്ലാം ടൂ മച്ച് ആയിപ്പോയി. ആക്ടേഴ്സിന്റെ അവൈലബിലിറ്റി കൂടിയിട്ടുണ്ട്. അതന്നെ എല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിവിടെ ഫ്രീ സർവീസിനല്ല ഇവിടെ വന്നത്. വെരി സിമ്പിൾ. നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് ഒബ്വിയസ്ലി ഇത് വിറ്റിട്ട് നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ വഴി എത്ര കിട്ടും, അത് റവന്യൂ ആണ് എല്ലാവരുടെയും ഒരു ഇത് ഘട്ടം. സോ എല്ലാ എൻഡ് ഓഫ് ദ ഡേ ബാലൻസ് ഷീറ്റ് ഹാസ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഒരു ഇന്റർവ്യൂ സെഷൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നി. ശ്വേതമേനോൻ എന്നുള്ള പേര് സെർച്ചിൽ വരുന്നത് ഈ 94 കാലഘട്ടത്തിലാണ്. പാൻ ഇന്ത്യൻ ബേസിസ്, അന്ന് പാൻ ഇന്ത്യൻ എന്നുള്ള വാക്കില്ല, എന്നാലും പാൻ ഇന്ത്യൻ ബേസിസ്. അന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഇന്നത്തെ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ആൻഡ് അന്നത്തെ ഇപ്പോൾ മല്ലിക ഷറഫത്തിന്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. അന്നത്തെ ബ്യൂട്ടിയിൽ ഈ ബോട്ടോക്സ് ഇൻവോൾവ്ഡ് അല്ല, അന്നത്തെ ഈ കോസ്മെറ്റിക് വിഭാഗം ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് എല്ലാവരും കാണാൻ പ്ലാസ്റ്റിക് സർജറി ഉള്ള കാരണം കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഒരേപോലെയാണ്. ആൻഡ് അന്ന് ഇല്ലാത്തൊരു കാര്യം ഈ ബോഡി പോസിറ്റിവിറ്റി കൊണ്ട് കുറെ വന്നു. കാരണം എല്ലാവർക്കും മോഡലാവും, അത് നല്ലതാ. പക്ഷെ എവിടെയൊക്കെ ഈ മോഡൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. എന്താ ശ്വേതമേനോൻ വൺസ് എ സൂപ്പർ മോഡൽ, ഇപ്പോഴും കാണാൻ അടിപൊളിയാ, ബിക്കോസ് ഞാൻ ഇന്നലെ എന്തായിരുന്നു എന്ന് വിചാരിച്ച് ഇന്ന് നിന്നാൽ നാളെ എന്റെ കൊളാവും. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഹായ് ഐ എം ശ്വേത മേനൻ, ഐ എം 1994 മിസ് ഇന്ത്യ റണ്ണർ അപ്പ് എന്ന് പറഞ്ഞിട്ടല്ല, യുനോ ഐ എം ശ്വേത മേനൻ. അവിടെ ഫുൾ സ്റ്റോപ്പാണ്. ബാക്കി എല്ലാ അംഗീകാരം 24 മണിക്കൂറിന്റെ ഒരു ഇതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഈ ഇന്റർവ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ വെച്ചിട്ടോ ശ്വേത മേനൻ എനിക്ക് ഇന്റർവ്യൂ അല്ല, നാളെ വരെ നിങ്ങൾ ചിലപ്പോൾ 4 ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് ലൈക്ക് എവറി മൊമെന്റ് ഹാസ് ടു ചേഞ്ച്. ആൻഡ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ ഫില്ലേഴ്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടില്ല, ദാറ്റ് ഈസ് വൈ. ഇന്നും വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ മുഖത്തും തേക്കാറുണ്ട്, തലയിലും തേക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഈവൻ ഇൻ മൈ 20s ഞാൻ അങ്ങനെ ഒരു ഓവർ എക്സ്പെൻസീവായ ഒരു ലൈഫ് സ്റ്റൈലല്ല ജീവിച്ചത്. പൈസ ഉണ്ടെങ്കിലും ഐ ജസ്റ്റ് അണ്ടർസ്റ്റുഡ്, ബിക്കോസ് എൻ്റെ അച്ഛൻ പറയാറുണ്ടായിരുന്നു വാട്ട് യു ഡു ടുഡേ യു ഷുഡ് ഡു ഇറ്റ് അറ്റ് ദി ഏജ് ഓഫ് 80. അപ്പോഴേ അതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത് പിന്നെ 80 പോയിട്ട് നമ്മൾ ഇതൊക്കെ ബോട്ടോക്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ ദിവസവും എല്ലാ ആഴ്ച അല്ലാതെ ഒരു മാസം കഴിഞ്ഞ് അത് ചെയ്യണം. അപ്പൊ അതിന് എനിക്ക് സമയമില്ല, സത്യം എനിക്ക് പേഷ്യൻസും ഇല്ല. ഇപ്പൊ പേരുകൾ എടുക്കാതെ പറഞ്ഞാൽ തന്നെ കുറെ ആക്ട്രസസിനൊക്കെ കാണാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ചൈനീസ് പോലെയാ ഒബ്വിയസ്ലി. നമുക്കതിൽ കമന്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നെഗറ്റീവ് ബയാസ് എടുത്ത് നമുക്ക് കമന്റ് ചെയ്യാൻ പറ്റില്ല. വാട്സ്ആപ്പ് നമ്പർ എടുത്തോ, നമുക്ക് because of body positivity. Body positivity നമുക്ക് പറയാം, ഷേമിംഗ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കേ. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ശരിക്കും ഇപ്പൊ ട്രൂ ബ്യൂട്ടി ഉണ്ടായിരുന്നത് ആ ടൈമിൽ അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഇന്നും ശോഭന ചേച്ചിന്റെ ഒരു ബ്യൂട്ടി, ഇന്നും സുഹാസിനി ചേച്ചിന്റെ, ഗീത ചേച്ചിന്റെ, ശ്രീവിദ്യ അമ്മയുടെ, പിന്നെ എന്താ പഴയ ശീലമ്മ അല്ല ഞാൻ പറയും ഇപ്പൊ എല്ലാ ആൾക്കാരുടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് അവരെ കണ്ടാൽ അവരൊരു പേഴ്സണാലിറ്റി ഉണ്ട്, മനസ്സിലായോ? ആ ഏജിൽ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് നമ്മൾ ആദ്യം അവർ നോക്കുമ്പോ ഇത് ചെയ്യുക. സോ ദാറ്റ്സ് എ ബിഗ് തിങ്. പിന്നെ ഓഫ് കോഴ്സ് ഓരോരോ ആൾക്കാർ നമ്മളിപ്പോ ഇവരെല്ലാരും ഒരുമിച്ച് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ അവരെല്ലാം സൂം ചെയ്ത് നോക്കും, അല്ലാതെ നമ്മൾ ഒരു ഫോട്ടോ ആയിട്ടാണ് നോക്കുക. ബിക്കോസ് എല്ലാവരും ഒരേ ടൈപ്പ് ഡ്രസ്സിങ്, ഒരു ടൈപ്പാണ്, ഒരേ ടൈപ്പ് എല്ലാം, മേക്കപ്പ്, ഹെയർ എല്ലാം ഒരേ ടൈപ്പായി പോയി. ബിക്കോസ് നമ്മളുടെ ഹെൽത്ത് നമ്മളുടെ കയ്യിലാണ്. ക്യാമറയിൽ മുന്നിൽ എന്താ വരുന്നത് പ്രേക്ഷകർക്ക് അറിയില്ല. അവരിത് കണ്ടിട്ട് മാത്രമേ പറയുള്ളൂ ഓ വാവ് എന്ത് സുന്ദരം. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നമുക്കൊരു നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ, നല്ല ഉറക്കമുണ്ടെങ്കിൽ, നല്ല വെള്ളം, നല്ല ഭക്ഷണം സമയത്തുണ്ടെങ്കിൽ മാത്രമേ ആ വാവ് ഫാക്ടർ കിട്ടുള്ളൂ. ഈ ബോട്ടോക്സും ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും നമുക്ക് നാളെ ജോലി ഇല്ലെങ്കിൽ ഒന്ന് ആഴ്ച എല്ലാം തൂങ്ങിയെടുക്കല്ലേ ഉണ്ടാവുക. അതിന് എനിക്ക് സമയമില്ല. മുഖത്തെ കാര്യം
മനസ്സിലായി. Bad boy. ഇല്ല ഇല്ല ഇല്ല. ഇത് എപ്പോഴും പബ്ലിക്കായിട്ടൊക്കെ ഞങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്വേതമേനോൻ ഫസ്റ്റ് നൈറ്റിനെ പറ്റി സംസാരിക്കും, ശ്വേതമേനോൻ അഡൾട്ട് ജോക്ക് പറയും, ശ്വേതമേനോൻ നന്നായിട്ട് ഈ പറഞ്ഞ സെക്സിനെ പറ്റിയൊക്കെ നന്നായി സംസാരിക്കും. പക്ഷെ ഇപ്പോഴും എടുത്തു നോക്കിയാൽ ശ്വേതമേനോന്റെ കൂടെ വന്ന കണ്ടംപററീസോ ആരും ഇങ്ങനെയൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. എനിക്കറിയില്ല, എനിക്ക് എന്റെ ജീവിതത്തിന്റെ പറ്റിയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇത് അത് പറയാനത് അതെങ്ങനെയാ ധൈര്യം വന്നത്, അതോ അത് നാച്ചുറലി അങ്ങനെ വരുന്ന? നാച്ചുറലി ഞാൻ പറയാറുണ്ട്, ഞാൻ എല്ലാവരും കൂടെ സംസാരിക്കാറുണ്ട്, എല്ലാ ആണുങ്ങളുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യാറുണ്ട്. വൈ നോട്ട്? എന്തത്, നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാനുള്ള ലൈസൻസ് ഉള്ളൂ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത്രയൊന്നുമില്ല. നമ്മളൊരു സാധാരണ ഒരു നല്ല പെൺകുട്ടി, നല്ല സുന്ദരി പെൺകുട്ടീനെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല ആസ്വദിക്കുന്നത്, പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട്. നല്ല ഗുഡ് ലുക്കിംഗ് മാനിനെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല 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 ഷർട്ട്, ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. യുനോ, അപ്പോൾ അത് ആസ്വദിക്കണം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട കണ്ണ് തന്നിട്ടുണ്ട്. അത് എൻ്റെ അച്ഛൻ വഴിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. വായ നോക്കാനോ? പിന്നെ എൻ്റെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് വായ നോക്കൽ. My father was a very gentleman. He used to enjoy. He said, "Why no? You should flirt." Romance എന്ന് പറഞ്ഞാല് എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല. എന്തിനാ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത്? അതിനൊരു എറ്റിക്യൂറ്റി ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അച്ഛൻ. പിന്നെ വൈ നോട്ട്? ഞാൻ ഒറ്റ മോളാണ്. അച്ഛൻ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് യുനോ, ഞാൻ പുറം ലോകം പോകുമ്പോൾ ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത്. അച്ഛൻ വാസ് വെരി ദിസ് തിങ്. അച്ഛൻ എനിക്ക് എല്ലാം എനിക്ക് എന്താ പറയുക, ഹൗ ടു സർവൈവ് അലോൺ, ഹൗ ടു ഫൈറ്റ്, ഹൗ ടു ഏതെങ്കിലും അറ്റാക്ക് ആയാൽ എങ്ങനെ ഇത് ചെയ്യണം, സെൽഫ് ഡിഫെൻസ്, ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു ഞാൻ വളർന്നത്. എയർഫോഴ്സ്, അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. സോ ഫോർ മീ ഇറ്റ് വാസ് എ വെരി നോർമൽ തിങ്. ഹൗ ടു അപ്രോച്ച് മാൻ അങ്ങനെ ഉണ്ടായിരുന്നു, സംസാരിക്കായിരുന്നു നിങ്ങൾ? വൈ നോട്ട്? ഇറ്റ്സ് എ നോർമൽ തിങ്. അത് എൻ്റെ അച്ഛൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് കുറേ ജേർണലിസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് മുമ്പേ ഈ കെട്ടിപ്പിടുത്തം എല്ലാം ശ്വേതാമേനോൻ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ. തറവാട്ടിൽ ഈ ഫംഗ്ഷന് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിമ്മിപ്പി ചെയ്യുന്നു എല്ലാം കണ്ടപ്പോൾ ഇത് ഫാമിലി പ്രോബ്ലം ആണ് എന്നാണ് അവർക്ക് മനസ്സിലായത്. നമുക്ക് സ്നേഹം തോന്നുമ്പോൾ വിഷ്ണു, യു ഷുഡ് അപ്പോൾ പറയണം ഐ ലവ് യു. ഐ ലവ് യു ഡസൻറ്റ് മീൻ ഓൺലി വൺ മീനിങ്. നമ്മൾ അമ്മ കുഞ്ഞിനോട് പറയാണ്ട്, അമ്മ അച്ഛനോട് പറയാണ്ട്, ഞാൻ എൻ്റെ അച്ഛനമ്മോട് പറയാണ്ട്, എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. എല്ലാം ഫിസിക്കൽ അല്ല. സെക്സ് ഡസ് നോട്ട് മീൻ ഓൺലി ഫിസിക്കൽ.